വെൽക്കം ടു ട്രൈഡൂട്ട്. നമുക്ക് ഇന്നത്തെ US ഓയിലിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് നോക്കാം. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന വൺ ഡേ ചാർട്ടാണ്. വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. നോക്കിയാൽ കാണാം, ഒരു സപ്പോർട്ട് ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് മാർക്കറ്റ് ഇതിന് മുന്നേ ഒന്ന് തൊട്ടടുത്ത് വന്നിട്ട് കയറി പോയിട്ടുണ്ട്. ഇനി അതുപോലെ തന്നെ മുകളിൽ നോക്കിയാൽ കാണാം, ഒരു റെസിസ്റ്റൻസ് ഏരിയ കാണാം. ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലേക്ക് നോക്കിയാൽ കാണാം, മാർക്കറ്റ് പല തവണ വന്നിട്ട് താഴോട്ടേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. ഇന്നലെ ആ ഒരു ഏരിയയിലേക്ക് പോയതിനു ശേഷം വലിയ രീതിയിൽ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയനെ മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇത്രയാണ് വൺ ഡേ ടൈം ഫ്രെയിമിൽ മാർക്ക് ചെയ്തിടുന്നത്. ഇനി നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിൽ പോയിട്ട് കുറച്ചും കൂടി അനാലിസിസ് നടത്താം. അതിന് വേണ്ടിയിട്ട് 1 അവറിലേക്കാണ് പോകുന്നത്. 1 അവറിലേക്ക് പോകുന്ന സമയത്ത് നോക്കിയാൽ കാണാം, മാർക്കറ്റ് ഒരു ട്രെൻഡ് ലൈനെ റെസ്പെക്ട് ചെയ്ത് താഴോട്ടേക്ക് ഇറങ്ങി വരുന്നുണ്ട്. 2 തവണ ഒരു ട്രെൻഡ് ലൈൻ അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, ഇറങ്ങി വരുന്നുണ്ട്. മാത്രമല്ല, ഇതിപ്പോ നമ്മൾ നേരത്തെ വരച്ച ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അതിനൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, കുറച്ച് മുകളിലോട്ട് ഈ ഒരു ഏരിയയിലേക്ക് വെക്കുന്നുണ്ട്. നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് വന്നിട്ട് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ഒരു ഏരിയയിലേക്ക് കയറ്റി വെക്കുന്നത്. ഇനി മറ്റൊരു റെസിസ്റ്റൻസ് ഏരിയയും കൂടി ഇവിടെ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഉള്ളിൽ നോക്കിയാൽ കാണാം, ഇവിടെയോ ഒരു കുറച്ചു നേരം മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് മുകളിലോട്ട് കയറിപ്പോയി. പിന്നെ തിരിച്ചിറങ്ങുന്ന സമയത്ത് ഇവിടെ മാർക്കറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്ത് മാർക്കറ്റ് താഴോട്ടേക്ക് ഇറങ്ങി. അപ്പോൾ ആ ഒരു ഏരിയനെ റെസിസ്റ്റൻസ് ആയിട്ട് മാർക്ക് ചെയ്തിടുന്നുണ്ട്. പിന്നെ താഴോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത സപ്പോർട്ട് ഏരിയയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഏരിയ ഉണ്ട്. ഇവിടെ നോക്കിയാൽ കാണാം, റീടെസ്റ്റ് വരാത്തൊരു ഏരിയ കാണുന്നുണ്ട്. അപ്പൊ ഇത്രയാണ് 1 അവറിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇനി നമുക്ക് 50 മിനിറ്റ്സിലോട്ട് പോയിട്ട് എൻട്രി സാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. 50 മിനിറ്റ്സിലോട്ട് വരുന്ന സമയത്ത് എൻട്രി സാധ്യതകൾ 1 എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്നൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വന്ന് നേരത്തെ പറഞ്ഞ അല്ലെങ്കിൽ നേരത്തെ വരച്ചു വെച്ചിരിക്കുന്ന ഈ ലൈനിന്റെ താഴോട്ടേക്ക് ഇറങ്ങിയിട്ട് ഒരു നല്ല രീതിയിൽ ഒരു റിയാക്ഷൻ കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ, മുകളിലോട്ട് ഒരു റിജക്ഷൻ കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ബൈ എൻട്രി ഉണ്ട്. ബൈ എൻട്രിയുടെ സാധ്യത എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ബൈ എൻട്രി എടുത്തു കഴിഞ്ഞാൽ ഏറെക്കുറെ ഈ റെഡ് ലൈൻ വരച്ചിരിക്കുന്ന ഏരിയയിലേക്കാണ് ബൈ എൻട്രി കിട്ടാനുള്ള സാധ്യത. ആ റെഡ് ലൈനും ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയാണെങ്കിൽ, അത് റെഡ് ലൈൻ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇവിടെ നിന്നൊരു സപ്ലൈ നടന്നിട്ടുണ്ട്. ആ ഒരു സപ്ലൈയുടെ മുകളിലോട്ട് നിൽക്കുകയാണെങ്കിൽ, അതായത് ഈ ലൈനിന്റെ മുകളിലോട്ട് പോവുകയാണെങ്കിൽ വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യത ഉണ്ട്. അത് ഒരുപക്ഷെ ഈ റെസിസ്റ്റൻസ് വരെ പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഒരു ബൈ എൻട്രി നല്ല രീതിയിലാണ് കിട്ടുന്നതെങ്കിൽ ഈ റെസിസ്റ്റൻസ് വരെ കയറി പോകാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതിന്റെ ഇടയിലുള്ള റെസിസ്റ്റൻസുകൾ നോക്കാനുണ്ട്. ഇവിടെ റെസിസ്റ്റൻസ് ഉണ്ട്, ഇതിലുണ്ട്, അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഉണ്ട്. അതൊക്കെ ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് റെസ്റ്റ് ചെയ്തിട്ടായിരിക്കും മുകളിലോട്ട് പോകുന്നുണ്ടാവുക. അങ്ങനെയാണ് ഒരു ബൈ എൻട്രി എന്നുള്ളത്. ഇനി ഒരു സെൽ എൻട്രി എന്ന് പറയുന്നത് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്ന ഏരിയയിൽ നിന്ന് ഒന്ന് മുകളിലോട്ട് കയറിപ്പോയി ഇവിടെ ഒരു സപ്ലൈ നടന്ന ഏരിയയിൽ നിന്ന് വലിയൊരു ക്യാൻഡിൽ വീണ്ടും താഴോട്ടേക്ക് വരികയാണെങ്കിൽ ഈ റെഡ് ലൈനിന്റെ താഴെ നമുക്കൊരു വീണ്ടും ഒരു സെൽ എൻട്രി ഉണ്ട്. അതിന്റെ ടാർഗറ്റ് നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു ലൈൻ വരെ, ഈ ഒരു ബ്ലാക്ക് ലൈൻ വരച്ച ഏരിയ വരെ നമുക്കൊരു സെൽ എൻട്രി സാധ്യതയും കൂടി ഉണ്ട്. ഈ 2 എൻട്രികളാണ് പോസിബിൾ ആയ ഏറ്റവും നല്ല എൻട്രി സാധ്യതകൾ ഉള്ളത്. ഇനി മറ്റൊരു കാര്യം കൂടി, ഇവിടെ നിന്ന് താഴോട്ടേക്ക് നല്ല രീതിയിൽ ഒരു ക്യാൻഡിൽ റിജക്ഷൻ താഴോട്ടേക്ക് തരികയാണ്. അതായത് ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റ് ഒരുപക്ഷെ വീണ്ടും നല്ല രീതിയിലൊന്ന് താഴോട്ടേക്ക് ഇറങ്ങി വരും. അങ്ങനെ ഇറങ്ങി വരികയാണെങ്കിൽ നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് നോക്കിയാൽ കാണാം, ഇവിടെ മൾട്ടിപ്പിൾ ടൈം വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. ഈ ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അതും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 3 എൻട്രി സാധ്യതകളാണ് ഇന്ന് പറഞ്ഞിരിക്കുന്നത്. സെൽ എൻട്രി പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ ബൈ എൻട്രി പറഞ്ഞിട്ടുണ്ട്. കൂടുതലും വലിയൊരു സെല്ലിംഗ് പ്രഷറാണ് കാണുന്നത്, എങ്കിലും ചെറിയൊരു പുൾ ബാക്ക് കാണാനും സാധ്യത ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു പുൾ ബാക്ക് കിട്ടുന്ന സമയത്ത് ഒരുപക്ഷെ അവിടെ നിന്നും ഒരു സെല്ലിംഗ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ നേരത്തെ വരച്ചിരിക്കുന്ന ആ റെസിസ്റ്റൻസ് ഏരിയ, ഈ ഒരു ഏരിയയിൽ നിന്ന് ഒരുപക്ഷെ ഇവിടെ നിന്ന് വീണ്ടും ഒരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവാനും സാധ്യത കാണുന്നുണ്ട്. കാരണം ഇതൊരു നല്ല രീതിയിലുള്ള ഒരു റെസിസ്റ്റൻസ് ഏരിയ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ നിന്നൊരു സെല്ലിംഗ് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഏറെക്കുറെ ഈ റെഡ് ലൈൻ വരെയൊക്കെ വീണ്ടും ടാർഗറ്റ് വെക്കാം. അപ്പൊ അതും ഒന്ന് ഓർമ്മിക്കുന്നത് നന്നായിരിക്കും. അങ്ങനെയാണെങ്കിൽ 4 എൻട്രി സാധ്യതകൾ നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 4 എൻട്രി സാധ്യതകളും ആ ഏരിയയിലേക്ക് എത്തുന്ന സമയത്ത്, മാർക്കറ്റ് എത്തുന്ന സമയത്ത് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു എന്നുള്ളത് നോക്കിയതിനു ശേഷം ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡൂട്ടുമായിട്ട് ബന്ധപ്പെടാം. അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ്. അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട്. ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക. അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അവിടെ ട്രേഡൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു.